സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മനനി, അതിൻ സൗരഭ്യമാണെന്റെ സ്വപ്നം 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 സ്വപ്നം. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മനനി, അതിൻ സൗരഭ്യമാണെന്റെ സ്വപ്നം 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 സ്വപ്നം. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം. എവിടെ പോയാലും എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം, എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത്തരത്തിൽ അതിമനോഹരമായിട്ട് പാടുന്നത്? ഞങ്ങൾക്കും അതിനൊരു ഉത്തരമില്ല. എന്തായാലും ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് സ്വാഗതം. പക്ഷേ നമ്മുടെ ഒരു മുതലാളിയെ വിളിക്കണമല്ലോ. ഏറെ സ്നേഹത്തോടെ ഞാൻ ആ കൊച്ചു കുഞ്ഞിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മീനൂട്ടി. നമസ്കാരം. നമസ്കാരം. ഒരു ജലദോഷത്തിന്റെ ഒരു ടിന്റ്, ആ ഒരു മൂക്കിൽ കഴിഞ്ഞിട്ടുള്ള ലാഞ്ചനയായത്. മധു, എനിക്കിപ്പോ കഴിഞ്ഞതേ ഉള്ളൂ. ഓഹോ, ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ്. മധു, നമുക്ക് മീനൂട്ടിയെ സമ്മതിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. സീസൺ 1 മുതൽ ഇതുവരെ അതെ, ഒറ്റ നൂല് പിടിച്ച പോലെ ഞാൻ നിൽക്കുന്നത്. അതെ, ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. ഈ ആങ്കറിംഗ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അനർഗളം നിർഗളം, നിഷ്പ്രയാസം. സീസൺ 1 ഇരുന്നപ്പോ എല്ലാരും അന്തം വിട്ടുപോയി. പക്ഷെ അന്ന് സിന്ധു ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അത് ചെവിയിൽ കേട്ടിട്ട് പറയുന്നതായിരുന്നു. പക്ഷെ ഇന്ന് അതാണോ? ഇപ്പൊ ഈ 5 വർഷം കഴിഞ്ഞപ്പോ ആള് മാറി. ഇന്ന് അങ്ങനാണോ? അല്ല, സിന്ധു തന്നെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, സീസൺ 1 തുടങ്ങിയപ്പോഴത്തേക്ക് പഠിക്കാൻ മിടുക്കി, എല്ലാത്തിനും പാസ് 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 പാസ്. മുമ്പിലത്തെ വർഷം ഒരു എന്നാൽ ഇത്തവണ ആലോചിച്ച് നോക്ക്, മിടുക്കി 62% വാങ്ങിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. അപ്പൊ 83%, 63 പക്ഷെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, ഒരു ബിരിയാണി ചെമ്പ് ഇവിടെ പൊളിക്കും. അതെന്താ, നമ്മള് ഫുൾ എ പ്ലസ് കിട്ടിയല്ലേ പറഞ്ഞേ? അല്ല, പാസ്സായാൽ ഇവിടെ ഒരു വലിയ ചെമ്പ് തലത്തിലുള്ള സൂപ്പർ ബിരിയാണി നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. പക്ഷെ വാക്ക് മാറരുത്. ഉറപ്പാണല്ലോ? കൊണ്ടുവരുവോ? സത്യം റെഡിയാണോ? ഉറപ്പല്ലേ? മട്ടൻ മതി. എനിക്ക് ചിക്കൻ മതി. ചിക്കൻ മതി. അല്ല, ആഹാഹാ എന്ന് പറയുമ്പോ കണ്ണിലൊരു സന്തോഷവും ഇല്ല. ഞാനിപ്പോ പാടിയ പാട്ടിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, സ്വപ്നം സ്വപ്നം. ഞാൻ ആ ബിരിയാണി ഞാൻ കൊണ്ടാണ് പാടിയത്. അപ്പൊ ഞാൻ മൈക്കും കൊണ്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. കുട്ടി തുടങ്ങിക്കോളൂ. ആലാപന മാധുര്യം കൊണ്ട് സംഗീതാസ്വാദകർക്ക് പാട്ടിന്റെ പൂക്കാലം ഒരുക്കിയ കുഞ്ഞു ഗായകർ, പാട്ടിന്റെ അരങ്ങുണർത്തിയ ടോപ്പ് സിംഗറിന്റെ പ്രിയ പാട്ടുകാരുടെ സ്നേഹവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജഡ്ജസ്, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താന്ന് ഗസ് ചെയ്യാവോ? സർപ്രൈസ്. ഞാനിപ്പോ ഒരു ക്ലൂ പറയും, അത് പറയുമ്പോഴേ നിങ്ങക്ക് മനസ്സിലാവും. ചെന്നൈയിൽ നിന്നുമാണ് ഈ സർപ്രൈസ് വരുന്നത്. ഓഹോ, മദ്രാസ് മാമി. അതെ, ജലദോഷം കിട്ടി. നല്ല ഭംഗിയായല്ലേ നമ്മുടെ മീനുട്ടി? ഏട്ടാ, എങ്ങനെയുണ്ട്? സുഖമാണോ? ആ, സുഖമാണ്. ഒരു മെസ്സേജ് പോലും അനു എങ്ങനെയാണ്, സുഖമാണോ? അല്ല, അങ്ങനെ നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാറില്ല. മീനുട്ടി തന്നെ നല്ല കെയർ ഉണ്ട്. ഈ കെയർ എന്ന് പറയുന്ന മനസ്സിലാണ് വേണ്ടത്, അല്ലേ മധു? മനസ്സിലായി. ഒരു ദിവസം 6 പ്രാവശ്യമെങ്കിലും മിനിമം 7 പ്രാവശ്യം ഓർക്കുമല്ലേ? ആ, പിന്നെ ഇത് കണ്ടോ എന്താ ഇട്ടിരിക്കുന്നത്? ആ ഡ്രസ് നോക്ക്, ബ്ലാക്ക് ആൻഡ് അങ്ങനെ ഒരു മാച്ചിങ് അല്ലേ? അതാണ്. നന്നായിരിക്കുന്നു. മധുചേട്ടനെ പോലെ അടിപൊളി പാട്ട്. ഐ റിയലി മിസ് ബീങ് ഹിയർ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലല്ലോ, ഒരു ആഘോഷമാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു ടാലൻസിന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു ജോയസ് മൊമെന്റ്സ് ആണ് ഇവിടെ. എന്നെ വീണ്ടും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അനു, എന്തായാലും
ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഒരു പാട്ട് പ്ലീസ്. റെഡിയാണോ എല്ലാവരും? അപ്പൊ പ്ലീസ് ജോയിൻ us. സ്വരവേദിയിലേക്ക് ഖത്തറിന്റെ സ്വന്തം പാട്ടുകാരി എത്തുന്നു. മെറിൽ കുട്ടിയാണ്. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. എന്താ ഇങ്ങനെ വരുന്നേ? എന്താ പമ്മി പമ്മി വരുന്നേ? പുതിയ ചെരുപ്പ. അതെ അതെ അതെ, ഞാൻ ഇന്ന് ഫുൾ ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് വീഴാൻ പോയി. അപ്പൊ ചെരുപ്പിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്? പാട്ട് പ്രാക്ടീസ് ചെയ്തോ? പാട്ടും ചെയ്തു. ഓക്കെ. ഏത് പാട്ടാ മോളെ? താലോലം പൈതൽ താലോലം. ചിത്ര പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. One, two, three, 2, 2, 3. താലോലം പൈതൽ
വെരി ഗുഡ് വെരി ഗുഡ്. മോളെ എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് പാടി, നല്ല എഫേർട്ടാണ്. കാരണം വെച്ചാൽ ഈ ഒരു പാട്ട് പാടണമെങ്കിൽ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പാടാൻ പറ്റത്തില്ല. കുറച്ച് നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കണം. കാരണം വിദ്യാരംഭ മാഷ പാട്ട് പിന്നെ ചിത്രയ്ക്ക് വിട്ടുകൊടുത്തു, അങ്ങനെ ഒരു പരാതി എനിക്കുണ്ട്. കാരണം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മേയും. കാരണം സംഗതികളുണ്ട്, അഭിഷേകമാവും. അത് വിദ്യാരംഭ മാഷിനും ഇഷ്ടം, ചിത്രയ്ക്കും ഇഷ്ടം, പക്ഷെ പാടുന്ന മെറിലിനോ അതിലും ഇഷ്ടം. അത് കഷ്ടം. എന്തായാലും മോള് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം കുറേ സ്ഥലങ്ങൾ നന്നായിട്ട് പാടി, താങ്ക് യു സർ. പ്രയാസമുള്ള കുറേ സ്ഥലങ്ങൾ അതിമനോഹരമായിട്ട് തന്നെ പാടി. എസ്പെഷ്യലി പല്ലവി നന്നായിരുന്നു. താങ്ക് യു. പിന്നെ അതിനകത്തൊരു പൊൻ എന്നുള്ള പൊൻകിനാവ്, അതിൻ്റെ ആ നോട്ട് എനിക്ക് മനസ്സിലായില്ല പല്ലവി. അത് ആ പൊന്നിനൊന്നും അത്രയും വലിയൊരു വളരെ ലൈറ്റ് അതെ. അപ്പൊ അത് മോള് പൊന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി പൊൻകീന അങ്ങനെ വല്ലതും ആണോ എന്നൊരു സംശയം തോന്നി. ഇപ്പൊ മനസ്സിലായി, ഒന്നുമില്ല, സിമ്പിളാ. ഓക്കെ. പിന്നെ ചരണം നന്നായിരുന്നു. അതായത് കൂട്ടിലെ കുഞ്ഞ് തുടങ്ങുന്നത് വളരെ നന്നായിരുന്നു. ഈ മാണിക്യ കുയിലമ്മേ പോകും അവിടെ മാത്രം ഒരു ശക്കലം എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചത് അനുപല്ലവിയിലാണ്. അത് എന്താ, അമ്മിഞ്ഞപ്പാൽ നുരയോലും ചുണ്ടിൽ ചിരി വിരിയും മമ്മിഞ്ഞപ്പാൽ എന്ന് പാടി. മമ്മിഞ്ഞ ചേർത്ത് പാടിയതാണ് മോള്. പക്ഷെ അതിൻ്റെ അക്ഷരം ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. വിരിയും ആ യും ആ യും ആ എന്ന് വരുമ്പോഴത്തേക്ക് യുമ്മും ആയും കൂടെ ചേർന്ന് വരും. സ്വാഭാവികമായിട്ട് മമ്മിഞ്ഞ എന്ന് വരും. കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ ഉമ്മ കൊടുത്ത അമ്മ പോകും, അവിടെ എല്ലാം ഒരുപാട് കട്ട് വന്നു. ആ ഒരു ഏരിയയാണ് കുറച്ച് പ്രോബ്ലം വന്നത് അനുപല്ലവി. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു കേട്ടോ. ലാസ്റ്റിലൊക്കെ നിർത്തിയത് ആ രണ്ട് സംഗതിയും ഡിഫറൻസ് വളരെ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ നിർത്തി ലാസ്റ്റ്. ഗുഡ്. താങ്ക് യു സർ. മെറിൽ, എന്തോ വിദ്യാധര മാഷിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും, എളുപ്പമായിരിക്കും. പാടുമ്പോഴാണ് വിവരം അറിയുക. അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. പല്ലവിയൊക്കെ ഒരു പരിഭ്രമത്തിലാണ് പാടിയത്, പേടിയുണ്ടായിരുന്നു. പല്ലവി കഴിഞ്ഞിട്ട് പിന്നെ ശരിയായി വന്നു. ചരണം വളരെ മനോഹരമായി. പക്ഷെ അനുപല്ലവിയിലൊക്കെ അപ്പൊ അങ്കിൾ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ ശബ്ദത്തെ പറ്റി എനിക്കിപ്പോഴും നല്ല അഭിപ്രായമാണ്. വളരെ നല്ല വോയിസ് ആണ്. വലിക്കുന്നത് അതെ, ആ ശബ്ദം ശരിക്കും കേൾക്കാം ഇവിടെ നന്നായിട്ട്. അത് ഒന്ന് കൺട്രോൾ ചെയ്യണം. മോളുടെ വോയിസിൽ ഒരു ഹസ്കി ആയിട്ടുള്ള ഒരു വോയിസ് ആണ് മോളുടെ. അപ്പൊ അത് ഈ പാട്ടിന് വളരെ മാച്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് താലോലം, പൈതൽ താലോലം ഉറക്കുന്ന ഒരു പാട്ടായതുകൊണ്ട് അങ്ങനെ ഒരു അതിന് നല്ല മാച്ചായിരുന്നു. നല്ല സ്വീറ്റ് വോയിസ് ആണ്. പക്ഷെ ചില പാട്ടുകളൊക്കെ തുറന്നും പാടണം കേട്ടോ. വളരെ സന്തോഷം. ഒരു ചെറിയ ഗിഫ്റ്റ് തരാം കേട്ടോ. उनसे जब जब भी मुलाकातें हुई, उनसे जब जब भी मुलाकातें हुई, सारी सारी रात बरसातें हुई, उनसे जब जब भी मुलाकातें हुई, उनसे जब जब भी मुलाकातें हुई, सारी सारी रात बरसातें हुई, उनसे जब जब भी मुलाकातें हुई. ഒരുപാട് സന്തോഷം. ഈ സീസണിൽ ഞാൻ കാണുന്നത് നിങ്ങളെല്ലാവരും ഇത് ആദ്യമാണ്. മെറിലിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടെയുള്ള കൃഷ്ണശ്രീ മറ്റേ ഈ ദേവു അല്ലേ, ദേവാനന്ദ, ഇവരുടെ വോയിസിൻ്റെ ഒരു ഹസ്കി ഫീലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് കൺട്രോളാണ്. പല്ലവി അസാധ്യമായിരുന്നു.
അതൊരു സോഫ്റ്റ് ആയിട്ട് ഹസ്കി ആയിട്ട് ഈ പാട്ടിന് വേണ്ട ഒരു സൗണ്ട്. അതെ, ആ ഡൈനാമിക്സ് അസലായിരുന്നു. ഈ പാട്ടിന് ഓഫ്കോഴ്സ് വേണ്ട ഒരു ശബ്ദമാണത്. അനുപല്ലവിയിൽ എനിക്ക് തോന്നി കുറച്ചൊന്ന് ബ്രെത്ത് കിട്ടാതെ കൊണ്ട് എവിടെയോ കട്ട് ചെയ്ത് പാടിയല്ലേ. അപ്പോൾ ബ്രെത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ശ്വാസം വലിച്ചെടുക്കുമ്പോൾ അത് ഒരുപാട് ഒച്ച കേൾക്കുന്നു. അത് പെട്ടെന്ന് സൈലന്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് അത് കിട്ടിയാൽ നമുക്ക് വേസ്റ്റ് ആവുന്നില്ല ബ്രെത്ത്. ഇതിൻ്റെ ഒരു ടെക്നീക്ക് ഒന്ന് തീർച്ചയായിട്ടും മോള് പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം, പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഓൾ റൈറ്റ് മെറൻ, താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ട്രെൻഡിങ്. ഓക്കെ, ശരിക്കും പാടിയതിനല്ലേ മധു 98 ആണ് കറക്റ്റ് മാർക്ക്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് പാടുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു കുട്ടിയുടെ മനസ്സ് വിഷമിക്കരുത്. സോ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. സന്തോഷമായോ കുട്ടി? നല്ല സന്തോഷമായി. ഫാമിലിയിലെ ആരാണ് റിച്ചസ്റ്റ് ആയിട്ടുള്ള? കാണുമ്പോ നമുക്ക് തോന്നില്ല ഈ കാർ, അതിനകത്ത് ഏറ്റവും വലിയ കാറൊക്കെ ഉള്ള കാറുള്ളത് ലില്ലി ആന്റിക്ക്. എനിക്ക് ഓക്കെ. ആടി ഒരു ലില്ലി ആന്റി പൂക്കുറ്റി. വിസ്മയവേദിയിലെ കുഞ്ഞുമിടുക്കൻ പാട്ട് മധുരം പകർന്ന് നമ്മുടെ വിഹാൻ കുട്ടൻ എത്തുന്നു. വെൽക്കം വിഹാൻ ഓൺ സ്റ്റേജ്. ഹായ് വിഹാൻ. ഹായ്. സുഖാണോ? ഇതാരാ? അത് അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായരുടെ മോളാ. ഇത് അയ്യപ്പൻ നായർ എന്നാണ് പറഞ്ഞേ. ഇതാരാ നല്ല ചോദിച്ചാ അതാ സാരി ഉടുത്തിരിക്കുന്നത്. ഞാൻ ആരാ? മറന്നുപോയി. അപ്പൊ ഇതോ? ഓ മൈ ഗോഡ്. അപ്പൊ അതാരാണ്? ഇത് അനു ആന്റിയാണ്. അനു ആന്റി. പിടി കിട്ടുന്നില്ല. ഇനി കിട്ടും. എനിക്ക് അമ്മ വന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ അല്ല, ഇപ്പോൾ വന്നേക്കണത് ആരാ? ഇത് അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ. അയ്യോ, അയ്യപ്പൻ നായർ എന്തിനാ അവിടെ വന്നത്? പാടാൻ. ഏത് പാട്ട്? ആനച്ചന്തം. ഇന്നസെന്റ് ആയിട്ട് വന്നതാണല്ലേ? അതെ. ആനപ്പാപ്പന്റെ വേഷ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നസെന്റ് ആയിട്ടും പാടാൻ വന്നെങ്കിലേ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറയാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞുതരാം. ഗജകേസരി യോഗം അതിലാണ് പാടിയത് അല്ലേ പാട്ട്? മ്യൂസിക് ജോൺസേട്ടന്, എഴുതിയത് കൈതപ്പുറം, പാടിയത് അപ്പൊ മോൻ പാടിക്കോ. പാടി കഴിഞ്ഞിട്ട് ഇന്നസെന്റ് ചേട്ടനെ കാണിച്ചു തരണം കേട്ടോ ഡയലോഗ് ഒക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഹാൻ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പാട്ട് കലക്കി. ഡയലോഗൊക്കെ എന്താ ഡയലോഗ്. പിന്നെ ഇത് മാത്രമായിരുന്നു നമുക്കുള്ള സംശയം. ഇത് കൊക്കാണോ പാമ്പാണോ തുമ്പിക്കയാണോ? എപ്പോഴും ഇങ്ങനെ വരുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. എന്തെങ്കിലും സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചത്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അടിപൊളി, സൂപ്പർ, കിടുക്കാച്ചി. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പാട്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനേ മീനൂട്ടി ചേച്ചിയോട് ഒരു കാര്യം പറയൂ. ആ കാര്യം പറയണോ? പറ. ആന അലറലോട് അലലവ്. സൂപ്പർ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആന അലറലോട് അലറൽ. അത് കുറേ പ്രാവശ്യം സ്പീഡിൽ പറയണം. ആര് പറയണോ? ഞാൻ പറയണം. എത്ര പ്രാവശ്യം പറയണം? ആന എത്ര വേണമെങ്കിലും പറഞ്ഞു. നോക്കോട്ടെ. ആണെന്ന് പറ. ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഇനി അനു ചേച്ചി. ഇനി അനു ചേച്ചി. അല്ല, അനു ചേച്ചി പറയുന്നതാണ് ഞങ്ങൾക്ക് എല്ലാം കേൾക്കുന്നത്. ആന അലറലോട് അലറൽ. അല്ല, അതിന് മുമ്പുള്ള ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ലോഡെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞു. ആന അലറലോട് അലറൽ. മധുങ്ങള് പറ. ഞാനോ? ഇതൊക്കെ എന്തേത്? ചെറുതൊന്നും എടുക്കാറില്ല. ഇത് ഞാൻ കഴിഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞുതരും. ഇത് കഴിഞ്ഞിട്ട് വേറെ ഡയലോഗ് അലറോടോ അലറൽ അലറൽ അല്ലേ? അലറോടോ അലറൽ. അതെ, ആന അലറലോട് അലറലോട് അലറൽ. അലറലോട് അലറൽ. ആന അലറോട് അലറൽ. അലറലോട് അലറൽ. വിട്ടേക്ക്. ഓക്കെ, ഇനി എന്തും കൊണ്ടോ ഡയലോഗ് പറഞ്ഞോട്ടെ. ആനനെ തനിയെടുപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇന്നസെന്റ് അങ്കിൾ ആംഗ്യം കാണിച്ചുകൊണ്ടുപോവുക. എന്താന്നറിയാ? ആനയ്ക്ക് മലയാളം അറിയൂല. അപ്പൊ ആംഗ്യം കാണിച്ച് ജോലിക്ക് കൊണ്ടുപോവാണേ. എന്താ മരം പൊലിച്ചിടാൻ പറഞ്ഞിട്ട് മേലെ കയറിക്കുന്ന പൊലിച്ചിടാന്. മരം പൊലിച്ചിടാന് ആട് വന്നല്ലോ. എല്ലാരും ഡയലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇതാ ഡയലോഗ്. കഴിഞ്ഞു അല്ലേ? അയ്യോ സോറി, ഇനിയുണ്ട്. മരം പൊലിച്ചിടാന് വേണോന്ന് ഇതെന്താ ഇരിക്കില്ലോ? മരം പൊലിച്ചിടാന് എന്റെ അമ്മേ. ഇത്രയുള്ളൂ. ഇതിപ്പോ ഞാനൊരു കാര്യം പറയൂ. കലണ്ടറിൽ തിന്നുന്ന പഴമേത്? ആർക്കും പറയാ. ഞാൻ പറഞ്ഞോട്ടെ? ഞാൻ പറയട്ടെ? വേണ്ട, ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം ചെയ്യും, ഞാൻ തീരുമാനിക്കാം. മധുങ്ങൾ പറഞ്ഞു. ഡേറ്റ്സ്. എന്താ അറിയാ? എന്താ? പഴുത്ത മാങ്ങ. അല്ല, മാങ്ങയല്ല. ഞാൻ പറയാം. ഡേറ്റ്സ് എന്ന് പറഞ്ഞാല് പാളയം കൂടെ ചക്ക. അല്ല, ഞാൻ പറയാം. കാരക്ക. പേരക്ക. പേരക്കല്ല, കാരക്ക. ക്യാരറ്റ് ആണോ? ഈന്തപ്പഴത്തിന്റെ വേറെ ഈന്തപ്പഴം ഈന്തപ്പഴം എന്നാണ് പറഞ്ഞത്. ആ കാരക്കാന്ന് അതിന് പറയാ. പച്ച ഈന്തപ്പഴാണ്. കാരക്കന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കലണ്ടറിലും ഡേറ്റ്സ് ഇല്ലേ കൊറേ? അത് തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പൊ. കൃത്യമായി അല്ലെ? കൃത്യമായി. ഓക്കെ, അപ്പം കലക്കി. ഇന്നസെന്റ് ചേട്ടൻ കാരക്ക, ഡേറ്റ്സ്, പിന്നെ എന്താണ് പുലി അലറലോട് അലറല്. ആന. ശരിക്കും പുലിയാണ് വേണ്ട ചേട്ടാ. പുലി അലറലോട് അലറൽ പറഞ്ഞു നോക്കി. പുലി അലറലോട് അലറൽ. പുലി അലറലോട് അലറൽ. അലറലോട് അലറൽ. പുലി അലറലോട് അലറൽ. അത്ര. അനുചേച്ചി ട്രൈ ചെയ്യുന്നു. ഞാൻ ട്രൈ ചെയ്തു അല്ലേ? പുലി അലറലോട് അലറൽ. പുലി അലറലോട് അലറൽ. പുലി അലറലോട് അലറൽ. അപ്പൊ എല്ലാരും കൂടെ എനിക്കാണ് ചെവിക്കല്ല് പൊട്ടി. അപ്പൊ എന്തായാലും ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. Ta-ta. Ta-ta.
നൈർമല്യത്തിന്റെ സൗന്ദര്യം പകർന്ന പാട്ടുവേദിയിലേക്ക് എത്തുന്നു സനിക. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. സനിക, എന്താ സാർ? ഒരിത്തിരി പ്രയാസമല്ലേ നടക്കാൻ? ചെറുതായിട്ട്. ആ വരവ് കണ്ടപ്പോ എനിക്ക് തോന്നി പുതിയ ചെരുപ്പാണ്, ഹീല് കൂടിയതാണ്. അതൊന്നും നോക്കണ്ട കേട്ടോ. കംഫർട്ടബിൾ ആണോ നിൽക്കാൻ? എപ്പോഴും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോഴോ എന്താണെങ്കിലും നമ്മൾ ഇട്ടിരിക്കുന്ന ചെരുപ്പാണെങ്കിലും ഷൂസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പാടുന്നതിൽ അത് അഫക്റ്റ് ചെയ്യും, ഉറപ്പാണ്. പിന്നെ ചില ഗാനമേള സ്റ്റേജുകളൊക്കെ ഉണ്ട് പണ്ട്, അത് താൽക്കാലികമായിട്ട് അടിച്ചു വയ്ക്കുന്ന ഈ പലകയിൽ, അത് ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പലക എടുത്ത് അടിച്ചു വയ്ക്കുന്നത്. ആ അപ്പം അപ്പ് ആൻഡ് ഡൗൺസ് കാണും. അപ്പൊ നമ്മൾ ഒരു വരി പാടിയിട്ട് പുറകോട്ട് ഇരിക്കുമ്പോഴത്തെ നമ്മൾ ഇങ്ങനെ പോകും, പിന്നെ അത് കഴിയുമ്പോൾ താഴോട്ട് പോകും, ശബ്ദവും കേൾക്കാൻ. അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പിട്ടാലേ അറ്റ്ലീസ്റ്റ് നിന്ന് പാടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏത് പാട്ടാ പാടുന്നേ? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടാണോ? എല്ലാം പാടയത്തുള്ള. ഡീറ്റെയിൽസ് പറയോ? ഡീറ്റെയിൽസ് മ്യൂസിക് ചെയ്തത് VM കുട്ടി സർ, ലിറിക്സ് ചെയ്തത് ബാപ്പു, പാടിയത് യേശുദാസ് സാർ. അറിയാം. അപ്പം തകർക്ക്. ഓക്കെ സർ. Hi Sanika. Hi ma'am. All the best. Thank you ma'am.
സനിക, എന്തോ സർ? നല്ല പാട്ടാണ്, മോള് തരക്കേടില്ലാതെ പാടി കേട്ടോ. എനിക്ക് 2-3 കാര്യമാണ്. അക്ഷരങ്ങള് റൗല 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 ആ ല ല ല ആ പിന്നെ ഹക്ക് 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 ആ അതൊക്കെ കൃത്യമായിട്ട് പറയണം. പിന്നെ എല്ലാ സംഗതികളുടെ അറ്റത്ത് ക്ലാരിറ്റി ഇല്ല. കാരണം മോള് അങ്ങ് കൊണ്ട് വിടുകയാണ്. ഇത് ഡ്യുവറ്റാണോ? അല്ലല്ലോ. അല്ല അല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സംഗതി ഉള്ളപ്പം എടുക്കാൻ, അടുത്ത വരി എടുക്കാൻ വേണ്ടി എളുപ്പമാണല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആ സംഗതികളിൽ അതും കേൾക്കാൻ ഓഡിയബിൾ അല്ലാത്ത രീതിയിലാണ് പാടിയിട്ട് പെട്ടെന്ന് മറ്റേ അടുത്ത വരി എടുക്കുന്നത്? അതെന്താ ഒന്ന് പാടിക്കത്? അതെനിക്ക് തോന്നി ലോങ് ലൈൻസ്, ഒരുപാട് റെപ്പറ്റേഷൻ വന്നിട്ട് ആ സംഗതി എൻഡിൽ വരുമ്പോ അവർക്ക് ശ്വാസം കിട്ടുന്നില്ല, ബ്രത്ത് കിട്ടുന്നില്ല, അപ്പൊ അത് വീക്കായി പോകുന്നു. തമ്പുരാനെ അതൊന്ന് പാടിക്കേ. ഒന്ന് പാടിക്കേ. എല്ലാവർക്കും കാരുണ്യം. എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ. ക്ലാരിറ്റി ഇല്ല, കുറച്ച് ഉറച്ചു പാടിയേ. തമ്പുരാനേ തെളിക്കണം. തെളിച്ചാലേ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല. എന്തോ ആ കൊച്ചവിടെ പാടി എന്ന് പറയും. അത് വൃത്തിയായിട്ട് പാടിക്കുക. അത് പാടിയിട്ട് അടുത്ത ഇതെടുത്തേ. 1 2 3 4 1. എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ എല്ലാം പടയത്തുള്ള. ശ്വാസം കിട്ടത്തില്ല. ശരിക്കുള്ള ടെമ്പോ ആണോ ഇത് പാടിയത്? സ്ലോ ആയ? ഇപ്പൊ പാടിയത് ഫാസ്റ്റ് ആണ്. ഇപ്പൊ പാടിയത് സ്ലോ ആണ്. ഇത് സ്പീഡാക്കി. അങ്ങനെ തന്നെ. ഓക്കെ. അപ്പൊ ഒറിജിനല് സ്ലോ ആണ്, മോള് സ്പീഡാക്കി. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. മോള് പാട്ട് പാടുമ്പോഴത്തേക്ക് ഒറിജിനൽ സ്പീഡിൽ പാടിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. കാരണം വേറൊന്നുമല്ല, അതാണ് ഞാൻ ആദ്യം എടുത്ത് ചോദിച്ചത്. കാരണം ഡ്യുവറ്റ് ആണോ? കാരണം അപ്പൊ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് പെട്ടെന്ന് ഒരു കമ്പോസർ ഒരിക്കലും അങ്ങനെ എടുക്കാൻ സാധിക്കാത്ത വിധം ചെയ്യില്ല. അല്ല, അത് മാത്രല്ല, ഇതിങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ് ഈ പാട്ട്. അപ്പൊ അത് ആ ടെമ്പോ വന്നിട്ടേ 2 3. എല്ലാം പടയത്തുള്ള അല്ലാഹുവോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ എല്ലാം പടയത്തുള്ള അല്ലാഹുവോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ. അത് കറക്റ്റ് ആവണം. ആ സംഗതി ഇപ്പൊ ഒന്നുകൂടി കറക്റ്റ് ആയാൽ കൊള്ളാം. കറക്റ്റ് ആക്കണം. പിന്നെ മാത്രല്ല, ഇതിനൊരു സ്വിങ്, ഈ ഒരു ടെമ്പോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതിൽ തന്നെ പാടണം. ആ ഒരു സ്വിങ് ഉണ്ട് അതിന്. കണ്ട ഇപ്പൊ കേട്ട ടെമ്പോയ്ക്ക് ഇതൊക്കെ തന്നെയാണ് ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്കിള് പറഞ്ഞതും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ആ നേസൽ ടോൺ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ പാട്ടിൽ. അധികം അത് തെളിഞ്ഞില്ല. നന്നായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല എനർജി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്പീഡ്, ഒറിജിനൽ ടെമ്പോ എപ്പോഴും കീപ്പ് ചെയ്യണം. ഒറിജിനൽ ശ്രുതി മാക്സിമം പറ്റുമെങ്കിൽ അത് തന്നെ കീപ്പ് ചെയ്യുക. ടെമ്പോയും കേട്ടോ. പെട്ടെന്ന് ശ്രുതിയും അല്ലെങ്കിൽ ടെമ്പോ ഒക്കെ മാറ്റുമ്പോൾ ഇതെന്താടപ്പം ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത വരും അവരുടെ മനസ്സിൽ. അപ്പോൾ മാക്സിമം ഒറിജിനൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കൂടുതൽ പറയാൻ അത്രയും ഒന്നുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ചന്തം ഉണ്ടായിരുന്നു. അത് വളരെ സിൻസിയർ ആയിട്ട്, വളരെ ഡിവൈനായിട്ട് പാടി. അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു മാം. ആൻഡ് ഇത് കുറച്ച് ഈ സ്പീഡിൽ വരുമ്പോൾ ആ സംഗതിൻ്റെ, അത് ഫാസ്റ്റ് സംഗതിയല്ല, പക്ഷെ അത് സംഗതിൻ്റെ ആ ഒരു ടെമ്പോയില് ആ ഒരു ഭംഗിയോട് നമുക്കത് അവതരിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷെ ഇപ്പം പാടി കേൾപ്പിച്ചപ്പോൾ പല സ്ഥലങ്ങളിൽ ആ സംഗതി കറക്റ്റായിട്ട് വന്നു, കൃത്യമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അപ്പോൾ കുറച്ച് ഒന്ന് നമുക്ക് ഇത് ഫോക്കസിൻ്റെ കാര്യമാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ തീർച്ചയായിട്ടും മോൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് ഈ പാട്ട് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഈ പാട്ടിൻ്റെ, അതാണല്ലേ ഒരു ഇമ്പാക്റ്റ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഒരു ചെറിയ സമ്മാനം തരാം കേട്ടോ. ഞാലിയലിക്കത്തിട്ട് ഞാലിയലിക്കത്തിട്ട് ഞാലിയലിക്കത്തിട്ട്
കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. So we are giving you 98 out of 100. Thank you, sir. So അട്ടിയൊരു സാനി ഗപ്പുക്കുട്ടി. സനിക കുട്ടി, all the best. Thank you. ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 4 ഈ സീസൺ തുടങ്ങിയിട്ട് നമ്മുടെ അനുചേച്ചി ആദ്യമായിട്ടാണ് വരുന്നത്. ഒത്തിരി എൻജോയ് ചെയ്തു നമ്മളെല്ലാവരും. കുറേ നാളിന് ശേഷമാണ് അനുചേച്ചിനെ കാണുന്നതും ഇങ്ങനെ ഒത്തിരി മിണ്ടുന്നതും ഒക്കെ. അപ്പൊ ഒത്തിരി സന്തോഷം തോന്നുന്നു. പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അനുചേച്ചിക്കും മധുഅങ്കിളിനും MG അങ്കിളിനും ഒക്കെ ഒരു ബിഗ് താങ്ക്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.